ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് മന്തീൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നമ്മളിവിടെ 1 കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം അതൊന്ന് കുതിർത്ത് വെക്കാം. നിറയെ വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്കായും, മുഴുവനത്തോടുള്ള കുരുമുളകും, അതുപോലെ ചെറിയ ജീരകവും, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും, മന്തി മസാലയും, അതുപോലെ ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഒരു ഉള്ളിയും, ഒരു അരമുറി തക്കാളിയും, പിന്നെ 2 മാഗി ക്യൂബും മല്ലിച്ചപ്പും ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സീൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ. പിന്നെ എല്ലാം പാകത്തിന് മതി, അല്ലെങ്കിൽ ഒരു മസാല ടേസ്റ്റൊക്കെ വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയും പൊടികളൊക്കെ ആ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പാകം നോക്കിയിട്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം. ഞാൻ മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് ഉപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ച്, പക്ഷേ നോക്കുമ്പോൾ ഉപ്പില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ ബീഫിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അരമണിക്കൂറിന് ശേഷം ഇതിലേക്കൊരു 3 പച്ചമുളക് മുഴുവനത്തോടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ കുക്കറിലേക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 വിസിൽ തന്നെ ആയി കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിനനുസരിച്ച് വേവ് നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതേ സമയം തന്നെ നമുക്ക് അരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. രണ്ടും ഒരേ സമയത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഇറച്ചി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരിത്തിരി കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ ബേ ലീഫും, പിന്നെ ഒരു ഉണക്കനാരങ്ങയും, 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് മൂടി വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചോറായി കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 3/4 വേവാവുന്ന വരെ വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെന്തിട്ടില്ല, അപ്പോൾ നമ്മൾ എന്താ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. അതിലെ വെള്ളം നമുക്ക് മാറ്റാം. നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കുറച്ച് അവിടെ എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് അതിൽ വെച്ചിട്ട് ആ ബീഫൊന്ന് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുക. അത് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് നൂറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. ബീഫ് അവിടെ ചെറിയ തീയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മന്തി മസാല, അതുപോലെ ഫുഡ് കളർ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. റെഡും യെല്ലോ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പിന്നെയും റൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ബീഫിൻ്റെ ആ ഒരു മസാലൻ്റെ വെള്ളമല്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക മേലേക്കായിട്ട്. പിന്നെ നമുക്ക് ആ ബീഫൊക്കെ ഒന്ന് വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ ആ ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഉള്ളത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 3 പച്ചമുളക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് കുത്തി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ഇട്ട് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ചുകൂടി മന്തി മസാല ഇട്ട് കൊടുക്കാം. നോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു കണലെടുത്തിട്ട് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പുകച്ചയും പാടന്നെ വേഗം മൂടി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എനിക്കൊന്ന് ഈ റൈസിന് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമ്മൾ ആ ഒരു ബീഫിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.